നമസ്കാരം. ഏറെക്കുറെ ബോട്ടം ഔട്ട് വാല്യൂഷനിൽ ട്രേഡ് ചെയ്യുകയും കഴിഞ്ഞ ക്വാർട്ടർലി റിസൾട്ട് സെഷനിൽ മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കുകയും ചെയ്ത ഇമ്മൻസ് ഗ്രോത്ത് പൊട്ടൻഷ്യലുള്ള രണ്ട് പ്രൊഫഷണലി മാനേജ്ഡ് സ്റ്റോക്കുകളെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ വഴി പരിചയപ്പെടുന്നത്. പ്രൊഫഷണലി മാനേജ്ഡ് കമ്പനികൾ അല്ലെങ്കിൽ സ്റ്റോക്കുകൾ എന്ന് പറഞ്ഞാൽ ഈ കമ്പനികളെ നയിക്കാൻ പ്രൊമോട്ടേഴ്സ് ഉണ്ടാവുകയില്ല, മറിച്ച് ഒരു മാനേജ്മെൻറ്റ് ഗ്രൂപ്പായിരിക്കും നയിക്കുക. ഒന്നാമത്തെ സ്റ്റോക്ക് ITC കഴിഞ്ഞ ദിവസം 415 രൂപയ്ക്ക് അടുത്ത് ക്ലോസിംഗ് നൽകി. 5 ലക്ഷം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 25.26, ഡിവിഡൻഡ് യീൽഡ് 3.13%. 52 വീക്ക് ഹൈ 500, 52 വീക്ക് ലോ 369. കഴിഞ്ഞ 6 മാസം കൊണ്ട് 7% നെഗറ്റീവ് റിട്ടേൺ ആണ് ITC നൽകിയത്. 475 രൂപയിൽ നിന്നും സ്റ്റോക്ക് ഇടിഞ്ഞ് 415 രൂപയ്ക്കടുത്ത് ട്രേഡ് ചെയ്യുന്നു. കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് 10% റിട്ടേൺ ITC നൽകുകയും ചെയ്തു. ITC മികച്ച ക്വാർട്ടർലി റിസൾട്ട് കാഴ്ചവെച്ചു. അതിനുശേഷം കഴിഞ്ഞ ആഴ്ച സ്റ്റോക്കിൽ നമ്മൾക്ക് 5% ഇടിവ് കാണാൻ സാധിച്ചു. ഇടിവിനുള്ള പ്രധാന കാരണം 1990 മുതൽ ITCയിൽ ഇൻവെസ്റ്ററായി തുടരുന്ന ബ്രിട്ടീഷ് അമേരിക്കൻ ടബാക്കോ കമ്പനി ITCയിലുള്ള സ്റ്റേക്ക് ഹോൾഡിംഗ് കുറയ്ക്കാൻ തീരുമാനിച്ചതിൻ്റെ പശ്ചാത്തലത്തിലാണ് സ്റ്റോക്ക് ഇടിഞ്ഞത്. ബ്രിട്ടീഷ് അമേരിക്കൻ ടബാക്കോ എന്ന കമ്പനിക്ക് ITCയിൽ 29% സ്റ്റേക്ക് ഹോൾഡിംഗ് ഉണ്ട്. ഏകദേശം 1.5 ലക്ഷം കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റാണുള്ളത്. ഇതിൽ നിന്നും 29% നിന്നും സ്റ്റേക്ക് ഹോൾഡിംഗ് 25% റെഡ്യൂസ് ചെയ്യാൻ ബ്രിട്ടീഷ് അമേരിക്കൻ ടൊബാക്കോ എന്ന കമ്പനി തീരുമാനിച്ചിട്ടുണ്ട്. ഇതിനു മുകളിലുള്ള മാർക്കറ്റ് റിയാക്ഷൻ എന്ന നിലയിലാണ് കഴിഞ്ഞ ദിവസം സ്റ്റോക്ക് ഇടിഞ്ഞത്. ITCക്ക് ജെഫ്രീസ് അതിൻ്റെ ടാർഗറ്റ് 520 നിന്നും 430 ഡൗൺഗ്രേഡ് ചെയ്യുകയും ചെയ്തു. ITCയുടെ സിഗരറ്റ് ബിസിനസ്സിലെ ടാർഗറ്റ് 25 നിന്നും 18 റെഡ്യൂസ് ചെയ്തത് മൂലമാണ് ITCയുടെ ടാർഗറ്റും ജെഫ്രീസ് റെഡ്യൂസ് ചെയ്തത്. അതേസമയം കഴിഞ്ഞ വർഷം സിഗരറ്റ് വോളിയത്തിൽ മികച്ച പെർഫോമൻസ് കമ്പനി കാഴ്ചവെച്ചു. ഇവിടെ ടബാക്കോ ബിസിനസ് കൂടാതെ FMCG, ഹോട്ടൽ ഇൻഡസ്ട്രി പോലുള്ള പല പ്രൊഡക്റ്റ് പോർട്ട്ഫോളിയോകളിൽ വളരെയധികം എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ബിസിനസ് മോഡൽ പ്രൊഫഷണലി മാനേജ് ചെയ്യുന്ന ഒരു കമ്പനി കൂടിയാണ് ITC എന്ന സ്റ്റോക്ക് 500 രൂപയിൽ നിന്നും ഇടിഞ്ഞ് 415 രൂപയ്ക്ക് അടുത്ത് ട്രേഡ് ചെയ്യുന്നു. 400 ITCയുടെ ഒരു പ്രധാന സൈക്കോളജിക്കൽ സപ്പോർട്ടാണ്. ഈ റേഞ്ചിനടുത്ത് സ്റ്റോക്കിന് സപ്പോർട്ട് ലഭിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ITC എന്ന കമ്പനിയിലും പ്രൊമോട്ടേഴ്സ് ഇല്ല, മറിച്ച് ഒരു പ്രൊഫഷണൽ ടീമാണ് കമ്പനിയെ മുന്നോട്ട് നയിക്കുന്നത്. ITCയെ അക്യുമുലേറ്റ് ചെയ്യാനുള്ള ഏറ്റവും മികച്ച റേഞ്ച് 365, 400 തുടങ്ങിയ റേഞ്ചാണ്. ഈ റേഞ്ചിനകത്ത് സ്റ്റോക്ക് ലഭിക്കുകയാണെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് പോയിൻ്റ് ഓഫ് വ്യൂ, അതായത് ഡിവിഡൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് പോയിൻ്റ് ഓഫ് വ്യൂ നമ്മൾക്ക് ITC എന്ന സ്റ്റോക്കിനെ പരിഗണിക്കാം. രണ്ടാമത്തെ സ്റ്റോക്ക് ICICI ബാങ്ക് കഴിഞ്ഞ ദിവസം 1010 രൂപയ്ക്ക് അടുത്ത് ക്ലോസിംഗ് നൽകി. ICICI ബാങ്കിൻ്റെ 52 വീക്ക് ഹൈ 1059, 52 വീക്ക് ലോ 810. സ്റ്റോക്ക് 1010 ട്രേഡ് ചെയ്യുന്നു. 7 ലക്ഷം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 16.98, ഡിവിഡൻഡ് യീൽഡ് 0.79%. കഴിഞ്ഞ 6 മാസം കൊണ്ട് 6% റിട്ടേൺ ആണ് ICICI ബാങ്ക് നൽകിയത്. മുൻനിര ബാങ്കിംഗ് കമ്പനികളിൽ ഏറ്റവും മികച്ച പെർഫോമൻസ് അല്ലെങ്കിൽ ഒരല്പമെങ്കിലും ഭേദപ്പെട്ട പെർഫോമൻസ് കാഴ്ചവെക്കുന്ന പ്രൈവറ്റ് ബാങ്കിംഗ് സെക്ടറിലെ ഒരു സ്റ്റോക്ക് കൂടിയാണ് ICICI ബാങ്ക്. ICICI ബാങ്ക് ക്വാർട്ടർലി റിസൾട്ടിൽ മികച്ച പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചത്. 7 ലക്ഷം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ ROE 17%, ROCE 6%, വാല്യൂഷൻ 16 സെയിൽസ് 31,619 കോടിയിൽ നിന്നും 40,865 കോടിയിലേക്ക് കമ്പനിക്ക് ഉയർത്താൻ സാധിച്ചു. ഇയർ ഓൺ ഇയറിലും ക്വാർട്ടർ ടു ക്വാർട്ടറിലും സെയിൽസ് ഉയർന്നിട്ടുണ്ട്. ക്വാർട്ടർ ടു ക്വാർട്ടർ 38,938 നിന്നും 40,865 സെയിൽസ് ഉയർന്നിരിക്കുന്നത്. നെറ്റ് പ്രോഫിറ്റ് 9,166 കോടിയിൽ നിന്നും 11,515 കോടിയിലേക്ക് കമ്പനി ഉയർത്തിയിട്ടുണ്ട്. ക്വാർട്ടർ ടു ക്വാർട്ടർ നോക്കുകയാണെങ്കിൽ 11,381 നിന്നും 11,515 പ്രോഫിറ്റ് ഉയർന്നിരിക്കുന്നത്. 3 വർഷത്തെ സെയിൽസ് ഗ്രോത്ത് 13%, 3 വർഷത്തെ പ്രോഫിറ്റ് ഗ്രോത്ത് 53%, 3 വർഷത്തെ ROE 15%. ICICI ബാങ്കിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിന് 43.65% സ്റ്റേക്ക് ഹോൾഡിങ്ങും, DISന് 46% സ്റ്റേക്ക് ഹോൾഡിങ്ങും, പബ്ലിക്കിന് 10% സ്റ്റേക്ക് ഹോൾഡിങ്ങുമാണുള്ളത്. സ്റ്റോക്ക് 1010 രൂപയ്ക്ക് അടുത്ത് ട്രേഡ് ചെയ്യുന്നു. 1050 ഒരു പ്രധാന റെസിസ്റ്റൻസ് ആണ്. 1050 മുകളിൽ സ്റ്റോക്ക് 1050 എന്ന ലെവൽ മറികടക്കുകയാണെങ്കിൽ ബ്രേക്കൗട്ട് ട്രേഡിങ്ങിന് വേണ്ടി സ്റ്റോക്കിനെ പരിഗണിക്കാം. 1200 മുതൽ 1250 വരെയുള്ള ടാർഗറ്റാണ് ICICI ബാങ്കിൽ നിന്നും പ്രതീക്ഷിക്കേണ്ടത്. ഇവിടെ സ്ട്രോങ് സപ്പോർട്ടായി പ്രവർത്തിക്കുക 950 ആണ്. 950 എന്ന സപ്പോർട്ട് നഷ്ടമായാൽ 900 എന്ന ലെവലിലേക്ക് സ്റ്റോക്ക് എത്താനുള്ള സാധ്യതയുണ്ട്. ഈ രണ്ട് റേഞ്ചിലും സ്റ്റോക്കിനെ നമ്മൾക്ക് അക്യുമുലേറ്റ് ചെയ്യാവുന്നതുമാണ്.
വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്